വേറെ ലെവൽ. ദിലീപ് മോഹൻലാലിന്റെ കോംബോ ഒന്നും പറയാനില്ല, വേറെ ലെവൽ മച്ചാ. ഗൂസ് ബംസ്, നമുക്ക് രോമനിക്ക് എണീറ്റും ഡാൻസ് കളിക്കണം. കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് തിയേറ്ററിൽ തന്നെ കണ്ടാലാണ് അതിന്റെ ഒരു എഫക്റ്റ് കിട്ടത്തുള്ളൂ. അത് തിയേറ്ററിൽ മിസ്സാക്കരുത്. മോഹൻലാലിന്റെ ആണെങ്കിലും ലാസ്റ്റ് വരുന്ന ഒരു ക്യാമിയോ റോളൊക്കെ ഉണ്ട്. അത് വെറുതെ സ്പോയിലർ ആവും പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണെങ്കിലും തിയേറ്ററിൽ തന്നെ കാണാം. ഈ ലെവലിൽ ഹൈ പ്രതീക്ഷിച്ചിരുന്നു. പ്രതീക്ഷിച്ചിരുന്നില്ല. എന്ത് ചെയ്യുന്ന അറിയാൻ പാടുന്ന സിറ്റുവേഷൻ ആയിരുന്നു. കാരണം അങ്ങനത്തെ ഒരു കോംബോ പല പാട്ടുകൾ എൻ്റെ പൊന്നോ ടോട്ടലി യൂത്തിന് വേണ്ടി ഇറക്കിയ വേറെ ലെവൽ വന്നു. നമ്മുടെ മാർക്കാൻ്റെ ലെവലില്ല. മാർക്കാൻ്റെ ഗുഡ് ബാഡകളിൽ സെറ്റപ്പിൽ മലയാളത്തിൽ ആദ്യമായിട്ട് ഇറങ്ങുന്ന പടം വേറെ ലെവൽ. എൻജോയ് ചെയ്യാൻ പറ്റും, സൂപ്പറായിട്ട് കാണാൻ പറ്റും. 3 മണിക്കൂർ ഒന്നും എല്ലാം മറന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. വേറെ ലെവലാണ്, വേറെ ലെവൽ. ലാലേട്ടൻ അയിഞ്ഞാടുവാണ്, ഒന്നും പറയാനില്ല. രണ്ടുപേരും അയിഞ്ഞാടുവാണ്. ഇതാണ് പടം. ഇങ്ങനെയൊക്കെ പടം ചെയ്യുന്നത് ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല. ബബ ഇത്ര ഹൈപ്പ് ഉണ്ടെങ്കിൽ ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല. വന്നപ്പോൾ എക്സ്പെക്ടേഷൻ 10 എനിക്ക് കിട്ടി. ആ രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഇത്ര എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത്ര എൻജോയ്മെന്റ് നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ വന്ന് എക്സൈറ്റഡ് ആയി. തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ വേറെ യൂണിവേഴ്സിലാണ്, നമ്മൾ അവരുടെ ഒപ്പമാണ്. ആ രീതി എൻജോയ് ചെയ്ത് നമ്മൾ എല്ലാം മറന്ന് ഒച്ചപ്പാടുണ്ടാക്കി കാർപ്പ് വിളിച്ച് കൈയടിച്ച് എവരി സെക്കൻഡ് നമുക്ക് ഗൂസ് ബംസ് വരും. ലാലേട്ടനെ കണ്ടു കഴിഞ്ഞപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. വേറെ ലെവൽ കംബാക്കാണ്. 100% കംബാക്കാണ്. കാരണം കഴിഞ്ഞ കുറേ ഇയേഴ്സ് ആയിട്ട് ദിലീപേട്ടന് പ്രത്യേകിച്ച് ഹിറ്റുകളൊന്നുമില്ല. ഇത് വമ്പൻ തിരിച്ചു വരും. നമ്മുടെ രാമലീലയ്ക്ക് ശേഷം ദിലീപിന്റെ വമ്പൻ കംബാക്ക് എന്ന് പറയാൻ പറ്റും. കാരണം അത്ര കുറേ നാളായിട്ട് ദിലീപേട്ട് നല്ല സിനിമകളൊന്നുമില്ല, അത്ര ഹിറ്റ് പടങ്ങളൊന്നുമില്ല. പക്ഷേ ഇത് 110% ഷുവർ ഞാൻ പറയുന്നു, പടം വമ്പ ഹിറ്റ് ആയിരിക്കും. കാരണം ആ രീതിയിൽ എൻജോയ് ചെയ്തു. തിയേറ്റർ ക്രൗഡ് അങ്ങനെയായിരുന്നു. ക്രൗഡ് ആ രീതിയിലാണ് സപ്പോർട്ട് ചെയ്തത്. തിയേറ്ററിനുള്ളിൽ ഒരു പൂരപ്പറമ്പ് പോലെ ലെവലായിരുന്നു. ഒന്നും പറയാനില്ല. പടം വേറെ ലെവൽ. ഇത് കംബാക്ക്, ദിലീപേട്ടൻ്റെ കംബാക്ക്. ലാലേട്ടൻ ദിലീപേട്ടൻ കോംബോ വേറെ ലെവൽ. 100 കോടി 100% ഷുവറാണ്. കാരണം ലാലേട്ടൻ ഉണ്ട്, എന്തായാലും 100 കോടി അടിക്കും. ആ രീതിയിലാണ്. ദിലീപിന്റെ കംബാക്ക് വേറെ ഒന്നും പറയാനില്ല. ദിലീപ് ഫാൻസിനും ലാലേട്ടൻ ഫാൻസിനും ആഘോഷിക്കാൻ ഈ വർഷത്തെ ആ ലാസ്റ്റ് ടൈമിൽ കിട്ടിയ അടിപൊളി മൂവി, അടിപൊളി സൂപ്പർ മൂവി. ഫാൻസിനെ കാണാം, അത്രയും സൂപ്പറാണ്. ലാലേട്ടൻ്റെ ഇതിൽ പക്ക പീക്ക് ലെവല്, വേറെ ലെവലാണ്. സൂപ്പർ, എല്ലാം പടമുള്ള നല്ല രസമുണ്ട് കാണാനായിട്ട്. അതുപോലെ ഒരു തെലുങ്ക് പടത്തിൻ്റെ കളർഫുൾ തെലുങ്ക് പടത്തിൻ്റെ മാതിരി നിർമ്മാണ രീതികളൊക്കെയാണ്. നല്ലൊരു ഡാൻസ് സീനുണ്ട്. മോഹൻലാൽ വരുമ്പോൾ തന്നെ പറയുന്നൊരു ഡയലോഗൊക്കെ ഉണ്ട്, ഒരു മാസ് ഡയലോഗുണ്ട്. ദില്ലി പാല കരകര എന്ന ഡയലോഗാണ് ലാലേട്ടൻ പറഞ്ഞത്. പിന്നെ ലാലേട്ടൻ എല്ലാ ഹിറ്റ് പടങ്ങളിലുള്ള പ്രധാന രംഗങ്ങൾ പോലുള്ള അത്തരം ഈ ആക്ഷൻസൊക്കെ അദ്ദേഹം കാണിക്കുന്നുണ്ട്. ഈ തുണി പറിച്ചടി, ചെരുപ്പൂരിട്ട് മറ്റേ സിനിമയിലുള്ള പോലെ കലാപരിപാടികൾ, അങ്ങനെയുള്ള ആക്ഷനുകളൊക്കെ ഉണ്ട്. ഒരു മാസ് മസാല പടം, നല്ല കളർഫുള്ളായിട്ട് ഡാൻസും പാട്ടും നല്ല നൈസായിരുന്നു. പക്ഷെ എന്താണെങ്കിലും